ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം ഇന്നാണ് ഡിസംബർ 19-നാണ് നമ്മുടെ ഫാർമ എന്ന് പറയുന്ന വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലരും പുറത്ത് വേറെ പല ഫിലിംസിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടലൊക്കെയാണെന്ന് എനിക്കറിയാം. അതല്ലാതെ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. ബിക്കോസ് കുറച്ച് ടച്ചിങ് ആയിട്ടുള്ള ഫിലിമാണ്. അതേപോലത്തെ ഒരു മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളും അതേപോലെ തന്നെ നല്ല വ്യക്തമായിട്ട് വളരെ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റഡ് ബൈ അരുണാണ്, KP അരുൺ. നല്ല രസമുണ്ട്. നല്ലൊരു വെബ് സീരീസാണ്. കാരണം 8 എപ്പിസോഡ്സാണ് അതിലുള്ളത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമുക്കൊരു ത്രില്ലിംഗ് എഫക്റ്റാണ്. എന്താണ് അടുത്ത് നടക്കുന്നതെന്നുള്ളൊരു ത്രില്ലുണ്ട്. അത് തന്നെ ഒരു വിജയമാണ്. അപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നെവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവാണ്. പക്ഷേ അതൊരു വെബ് സീരീസ് കൂടെ ആവണം എന്നില്ലായിരുന്നു. പക്ഷേ എനിവേ ഹീസ് ഡൺ എ ഗുഡ് ജോബ്. പിന്നെ രജിത് കപൂർ, നരീൻ, ശ്രുതി രാമചന്ദ്രൻ, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ സ്റ്റാർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് മെയിൻലി ഒരു അൺഎത്തിക്കൽ ടെസ്റ്റിംഗ്, അതായത് ഒരു കോപ്പറേറ്റീവ് കോൺസ്പിറൻസീസും അൺഎത്തിക്കൽ ടെസ്റ്റിങ്സും പിന്നെ ഫാർമയിൽ നടക്കുന്ന ഒരുപാട് എന്തൊക്കെയാണ്. അപ്പം നമ്മൾ ഇത് കാണുമ്പം, അതായത് ഫാർമ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയാണ് ഈ ഒരു ഫിലിം എടുത്തു വെച്ചിരിക്കുന്നത്. ആൻഡ് നല്ലൊരു ഫിലിമാണ്. എല്ലാവരും ഇത് കാണണം. കാരണം വേറെ ഫിലിംസിൽ നിങ്ങൾ കണ്ട് ഇതൊരു മുങ്ങിപ്പോകുന്ന ഒരു ഫിലിം ആവരുത്. അത്രയ്ക്കും നല്ല രസമായിട്ടാണ് ഇവർ ആ ഒരു ഫിലിം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം 8 എപ്പിസോഡുള്ളത്. എല്ലാ എപ്പിസോഡ്സും 30 മിനിറ്റ് വെച്ചിട്ടാണ് ഇവർ എപ്പിസോഡ്സ് ഉള്ളത്. അപ്പം മാക്സിമം പേര് ഇത് കാണുക, കണ്ടിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ഫിലിമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരു ടാർജറ്റൊക്കെ കംപ്ലീറ്റ് ആവുന്നതിന് പല ആൾക്കാരും ടെലികോളേഴ്സും കൗൺസിലേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം അറിയാം ഈ ടാർജറ്റ് കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്നാണ്. അതിൻ്റെ ആ ഒരു പ്രഷറും കാര്യങ്ങളും ഒക്കെ ഇതിൽ നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൗ ദിസ് കമ്പനി വർക്ക്, എങ്ങനെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്, എത്രത്തോളമാണ് ആ പ്രൊഡക്റ്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊക്കെ നല്ല വിശദമായിട്ട് ഈ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ നമുക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു, കഫ് സിറപ്പ് കുടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു പോയി എന്നൊക്കെയുള്ളത്. അതിനുശേഷം കഫ് സിറപ്പൊക്കെ നമ്മൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എവിടെയും നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷൻ്റെയൊക്കെ പുറകിലുള്ള എന്തൊക്കെ കഥകളാണെന്ന് കൂടിയും ഈ ഫാർമ എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് അബൌട്ട് ദിസ് മെഡിക്കൽ ഫീൽഡ്, എന്താണ് അവരെന്താണ് മെയിൻലി ഈ ഒരു മരുന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ മരുന്ന് എത്രത്തോളം സൈഡ് ഇഫക്ട്സ് ആയിരുന്നു, ആ സൈഡ് ഇഫക്ട്സ് കാരണം വേറെ മരുന്ന് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചെയിൻ ഓഫ് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഞാൻ സ്പോയിലേഴ്സ് ആക്കുന്നില്ല. എല്ലാവരും ഇത് പോയി കണ്ടതിന്, അതായത് ഹോട്ട്സ്റ്റാറിൽ കണ്ടാൽ മതി, കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ഫിലിമാണ്. യു വിൽ നെവർ റിഗ്രറ്റ് ഇറ്റ്. കാരണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ലോജിക്കും ഇല്ലാത്ത ഫിലിമിൽ കാണുന്നതിനേക്കാളും ബെറ്ററാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നൊന്ന് മനുഷ്യൻ വിലയിരുത്തുന്നത്. കാരണം എൻജിനീയറിംഗ് ഫീൽഡിലുള്ള എനിക്കൊന്നും ഒരിക്കലും അറിയത്തില്ല അതൊരു മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഫാർമാസ്യൂട്ടിക്കൽസിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പം ആ ഒരു ഫുൾ സ്ട്രക്ചേർഡ് വ്യൂ ആണ് നമുക്കിത് ആ ഒരു ഫിലിമിലൂടെ തരുന്നത്. കുറേ സീൻസുകളുണ്ട്, എങ്ങനെയാണ് ഹൗ ഇറ്റ് ഈസ് ബിൽഡപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സീൻസ് അതിലുണ്ട്. സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കൊച്ചു കുട്ടികൾക്കും അല്ല പിന്നെ എന്ന് വെച്ചാൽ ഡെലിവറിക്ക് പോകുന്ന ഒരു വിമനായാലും അവർക്കൊക്കെ എന്തോരം മരുന്നുകളാണ് എഴുതി തരുന്നത് എന്നൊക്കെയുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ അതിൽ മെയിൻലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണുക, കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക, കണ്ടവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക്?